ആശാവർക്കർമാരുടെ കൂട്ട ഉപവാസ സമരം ആരംഭിച്ചു. ഡോക്ടർ പി ഗീത ഓൺലൈനായിട്ട് ഈ ഉദ്ഘാടനം ചെയ്തു. ഈ സമരം പരാജയപ്പെട്ടാൽ ഇനി വരാനിരിക്കുന്ന മുഴുവൻ സ്ത്രീ മുന്നേറ്റങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കുമെന്നും ആത്മാഭിമാനത്തിന്റെ വിഷയമാണെന്നും പി ഗീത പറഞ്ഞു. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇന്നത്തെ സമരമുഖം എങ്ങനെയാണ്? എത്ര കണ്ട് ശക്തമാണ് ഇന്നത്തെ നീക്കങ്ങൾ എങ്ങനെയാണ്? സഹിത്ത് അല്പസമയം മുമ്പ് ഡോക്ടർ പി ഗീതയാണ് ഓൺലൈനായി ഈ കൂട്ട ഉപവാസ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആശാപ്രവർത്തകർ 3 പേർ നേരത്തെ 5 ദിവസമായി ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്ന MA ബിന്ദു ഉൾപ്പെടെയുള്ള 3 പേർ അവർക്ക് തൊട്ട് സമീപത്തായി ഇരുവശങ്ങളിലായി പായകൾ വിരിച്ച് അതിൽ കിടന്നുകൊണ്ടാണ് ഈ നിരാഹാര സമരത്തിന്റെ ഭാഗമായി ആശമാർ ഇപ്പോൾ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിരിക്കുന്നത്. അതോടൊപ്പം അതത് ജില്ലകളിൽ ഓരോരുത്തരും അവരുടെ വീടുകളിലും കൂട്ടമായി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നവർ അങ്ങനെയും ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരത്തിൽ പങ്കെടുക്കണമെന്നാണ് സമരസമിതി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എസ് മിനി എന്നോടൊപ്പം ചേരുന്നു. ഈ സമീപകാലത്തൊന്നും സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരുപാട് സമരങ്ങൾ നടക്കുന്നതാണ്. ഇങ്ങനെയൊരു സമരം അത് അടുത്ത കാലത്ത് ആദ്യമായിട്ടായിരിക്കും. എന്താണ് ഇതിലൂടെ നിങ്ങൾ നൽകുന്ന ഒരു സന്ദേശം? കാരണം ഞങ്ങൾ ഈ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിട്ട് 5 ദിവസം പിന്നിടെയാണ്. സമരം 43-ാം ദിവസം. ഗവൺമെന്റ് ഇതുവരെ ഒരു നടപടി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റം ഈ പരിഹാസം, പുച്ഛവും ആക്ഷേപമൊക്കെ തുടരുകയാണ്. അപ്പോൾ ഈ നിരാഹാരം കിടക്കുന്ന ഒരു സമരത്തെ അവർ കണ്ടില്ലെന്ന് നടിക്കുന്നു, വീണ്ടും വീണ്ടും ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ ആശാവർക്കർമാർക്ക് അതിയായ പ്രതിഷേധമുണ്ട്. അവർ ഈ ആശാവർക്കർമാരുടെ എണ്ണം എടുക്കുകയാണ്. ഏതാണ്ട് 10,000-ലേറെ ആളുകൾ ഈ സമരപ്പന്തൽ കടന്നുപോയി. ആളുകൾ വന്നുകൊണ്ടിരിക്കുക. 26,125 പേരും തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ട് കടന്നു പോയാലേ അനുവദിക്കുള്ളെങ്കിൽ ഞങ്ങൾ ചെയ്യാം. അപ്പൊ ഇന്ന് എന്തായാലും അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള കൂട്ട ഉപവാസമാണ്. നിരാഹാര സമരത്തോട് ഇന്നൊരു ദിവസം മാത്രമാണോ? ഇന്നൊരു ദിവസമാണ് കൂട്ട ഉപവാസം, ഐക്യദാർഢ്യം. ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ പരിപാടികൾ. ഇന്ന് എറണാകുളത്ത് കളക്ടറേറ്റിന് മുന്നിൽ വലിയ പരിപാടി നടക്കുകയാണ്. കൊല്ലത്ത് വിവിധ PHSകളിലെ പരിപാടി നടക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു PHSകളിലും ഇന്ന് ഉപവാസം എടുക്കുകയാണ്. ഒപ്പം തന്നെ വീടുകളിലും ഡോക്ടർ പി ഗീത വീട്ടിലിരുന്നു കൊണ്ട് ഈ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. നിരവധി ആളുകൾ അവരവരുടെ വീടുകളിരുന്നുകൊണ്ട് ഇതോടൊപ്പം പങ്കുചേരുകയാണ്. എന്തായാലും നമുക്ക് ഈ 5 ദിവസമായി നിരാഹാരം തുടരുന്ന MA ബിന്ദു ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവരുടെ വാക്കിൽ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ കേൾക്കേണ്ടതുണ്ട്. എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതി? കുഴപ്പമില്ല, സ്റ്റേബിളാണ്. തങ്കമണി, അതോടൊപ്പം മറ്റാള് ഷീജ അല്ലെ? ശോഭ. എല്ലാരും കുഴപ്പമില്ലായിരിക്കുന്നു. ഇത് നമ്മള് തുടക്കം മുതൽ തന്നെ പറഞ്ഞില്ലേ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഏത് ഘട്ടത്തിലും ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ തന്നെ നേരിടണം. ഞങ്ങൾ അങ്ങനെയാണ് ഈ നിരാഹാര സമരത്തെയും കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്രയും നാൾ പിടിച്ചു നിൽക്കണം. അപ്പോൾ ആ പുഞ്ചിരി എപ്പോഴും അങ്ങനെ പുഞ്ചിരിയായിട്ട് തന്നെ ഇരിക്കട്ടെ. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. എന്തായാലും അവർ 5-ാം ദിവസമാണ് ഈ നിരാഹാര സമരം ഇവിടെ ആരംഭിച്ചിട്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആശമാർ 2 വശങ്ങളിലായി ഈ ഇടത് വലത് വശങ്ങളിൽ പായ വിരിച്ചുകൊണ്ട് ഈ കൂട്ട ഉപവാസത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ പായകളിൽ കിടക്കുന്നത്. ഇപ്പോൾ BJPയുടെ ദേശീയ നേതാവ് കൂടിയായ AP അബ്ദുള്ളക്കുട്ടി ഈ സമരസമിതി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. തൊട്ടു പിന്നിലായി ഷാനിമോൾ ഉസ്മാനുണ്ട്, കോൺഗ്രസ് നേതാവ്. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ കൂടി ഈ പ്രതിഷേധവുമായി ഇവിടെ എത്തിയിരിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇവർ അവകാശപ്പെടുന്ന ഒരു ഈ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നുവെന്ന ആശമാർ തന്നെ പറയുന്ന ഈ സമരത്തിന്റെ ഒരു പരിച്ഛേദമായി മാറുകയാണ് ഈ സമരപന്തൽ. ഷാനിമോൾ ഉസ്മാൻ എന്നോടൊപ്പം ചേരുന്നു. എന്താണ് ഇവിടെ എത്താനിടയായ സാഹചര്യം? അല്ല, ഈ സമരത്തിൽ ഞാൻ 7ാമത്തെ തവണ എത്തുന്നത്. ഇത് കേരളത്തിലെ സമാനതകളില്ലാത്ത സ്ത്രീ മുന്നേറ്റമായിട്ട് ഞാൻ ഈ സമരത്തെ കാണുകയാണ്. നമ്മുടെ പൊതുസമൂഹത്തിലെ അടിസ്ഥാന വർഗ തൊഴിലാളികളായിട്ടുള്ള ആശാവർക്കർമാര് അതിജീവനത്തിന് വേണ്ടി നടത്തുന്ന സമരമാണിത്. ഈ സമരത്തിൽ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയല്ല. അവരാവശ്യപ്പെടുന്നത് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം. കൊടുക്കുന്ന ഓണറേറിയം അത് ഒറ്റ സമയത്ത് ഒരു തവണയായിട്ട് അത് കൊടുക്കണം. അവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നുള്ളത് അടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് നടത്തുന്ന സമരത്തെ ഈ സർക്കാർ ഏത് രീതിയിലാണ് കാണുന്നത്? സർക്കാർ അനുകൂല നിലപാടെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ സമരത്തെ അപമാനിക്കുകയല്ലേ. സംസ്ഥാനം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയധികം ഏതാണ്ട് 2 ഇരട്ടി തുക
21,000 ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമാണോ? സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ തന്നെയാണ്. ആദ്യമേ ധൂർത്ത് കുറയ്ക്കണം. ഇവിടുത്തെ ധൂർത്തും അഴിമതിയും മാറ്റിയിട്ട് നേരെ ചൊവ്വെന്ന് ഭരിച്ചിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ അവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ ആ സമയത്ത് കൂട്ടേണ്ട ആളുകളുടെ കൂട്ടിയില്ലേ? കെ.വി. തോമസ് മാഷിന്റെ തുക പിന്നെ ഓണറേറിയം ഒക്കെ വർദ്ധിപ്പിച്ചില്ലേ? എത്രയായിട്ടാ? PSC അംഗങ്ങളുടെ പിന്നെ വർദ്ധിപ്പിച്ചില്ലേ? അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും. അതായത് അത്തരത്തിലാണ് പ്രതികരണങ്ങൾ. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ 43 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിന്റെ ഒരു ആക്കം കൂട്ടിക്കൊണ്ടാണ് കൂടുതൽ ആശാപ്രവർത്തകർ ഈ നിരാഹാര സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതും. സൈതർ, യെസ്, അതാണ് സാഹചര്യം. അവിടെ സമരം ശക്തമായി തന്നെ തുടരുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അഞ്ചാമത്തെ ദിവസം നിരാഹാരം തുടരുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുകയാണ്. അവിടെ ആശാപ്രവർത്തകർ അവരുടെ സമരം ശക്തമായി തന്നെ തുടരുകയാണ്. ഉപവാസ സമരമാണ്. ഇന്ന് കൂട്ട ഉപവാസ സമരമാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പല ആളുകൾ, പല മേഖലയിലുള്ളവർ പങ്കെടുക്കുന്നു. ആരോഗ്യമന്ത്രി അടുത്ത ദിവസം തന്നെ കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ച നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ആശാപ്രവർത്തകരുടെ സമരത്തിനെതിരെ പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുകയാണ്. നിരവധി സമരങ്ങൾ കണ്ടിട്ടുള്ള ഇടമാണ് സെക്രട്ടേറിയറ്റും പരിസര പ്രദേശങ്ങളും. അവിടെ ആശാപ്രവർത്തകരുടെ സമരം ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. ഡോക്ടർ പി ഗീതയാണ് ഇന്ന് നടക്കുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്ന ആവശ്യമാണ് അവർ ശക്തമായി തന്നെ ഉന്നയിക്കുന്നത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ സമരം നടക്കുന്നത്. ശക്തമായ നീക്കമാണ് നടക്കുന്നത്.